അടുത്തെങ്ങാനും ഏതെങ്കിലും വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്സിൽ പോയിട്ടുണ്ടെങ്കിൽ സ്ഥിരം നടക്കുന്ന ഒരു കാര്യം കാണാറുണ്ട്. അവിടെ നമ്മൾ ഗീ റോസ്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ദോശ ഐറ്റംസ് ഓർഡർ ചെയ്യുവാണെങ്കിൽ അതിന്റെ കൂടെ ഒരു വടയും കൂടെ അവിടെ കൊണ്ടുതരും. അപ്പൊ ആദ്യമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ വെച്ചു ഓക്കെ വട ഇസ് ഫ്രീ കോംപ്ലിമെന്ററി, അതെല്ലാം നല്ല കഴിക്കും. എന്നിട്ട് അവസാനം ബില്ല് വരുമ്പോഴേ അറിയണം അയ്യോ വട വാസ് സപ്പോസ് ടു ബി ചാർജ്ഡ്. പക്ഷെ ഇതവരെ ആദ്യം പറയില്ല. സോ ഐ വാസ് ടെല്ലിങ് മൈ ഹസ്ബൻഡ് അത് ഇതിങ്ങനെ ശരിയല്ല, അത് അങ്ങനെയല്ല. അപ്പൊ ഈ വാസ് ലൈക്ക് ഇല്ല അത് അങ്ങനെയാണ്, ഇത് നമുക്ക് നേരത്തെ അറിയാലോ. സോ ദിസ് ഇസ് ലൈക്ക് നോർമലൈസ്ഡ്, ഒരു അസ്യൂംഡ് കൺസെന്റ് ആണ്. സോ അപ്പൊ എനിക്ക് അപ്പൊ ഇത് കണ്ടിട്ട് ആക്കിയല്ലേ പറ്റൂ. സോ ഐ തോട്ട് ദർ അങ്ങനത്തെ പല എക്സാമ്പിൾസ് നേരത്തെ ഉണ്ടായിട്ടുണ്ട്. വേറൊരിക്കൽ ഇതുപോലെ പറ്റിയതെന്ന് വെച്ചാൽ വെൻ മൈ ചിൽഡ്രൻ വെരി വെരി യങ്, തീരെ ചെറിയ കുട്ടികളായിരുന്നു. ഇപ്പം PVR അങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ അവരാദ്യം തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ ട്രേയിൽ കൊണ്ട് പോപ്കോണും ബർഗറോ എന്തൊക്കെയോ കൊണ്ട് ട്രേയിൽ കൊണ്ടുവന്ന് മാഡം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ വെച്ചു കൊള്ളാലോ കോംപ്ലിമെന്ററി, അത് മുഴുവൻ എടുത്ത് കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് കുറെ കഴിഞ്ഞിട്ടാണ് ബില്ല് വരുന്നത്. അപ്പൊ നമ്മളിത് അറിയുന്നില്ല. സോ ദേ ഡോണ്ട് ടെൽ us ദാറ്റ് നമ്മൾ ഈ യെസ് പറയുമ്പം ഇതിനൊരു കണ്ടീഷനിലായത് വരുന്നതെന്ന് തന്നെ നമുക്ക് അറിയാൻ വയ്യ. ദേ ഡോണ്ട് ഗിവ് us ദാറ്റ് ഇൻഫർമേഷൻ. അത് മാനിപ്പുലേഷൻ ടാക്ടിക് ആണ്. അതേപോലെ ഇത് കുഞ്ഞിലെ, അപ്പൊ ഞാൻ അറിയിച്ചു ഇത് കുഞ്ഞിലെ ഉണ്ടാവാറുണ്ട് നമുക്ക്. ഇത് നമ്മൾ ഇത് ചോദിക്കാത്തത് ഇറ്റ്സ് ബിക്കോസ് വി ആർ യൂസ് ടു ദിസ് അറ്റ് ഹോംസ്. ഇപ്പം മിക്കവാറും നമ്മൾ വീടുകളിൽ പോകും. പണ്ടൊക്കെ നമ്മൾ വീട്ടിൽ വിസിറ്റ് പോകുമായിരുന്നു. എവറി ഡേ ഓർ എവറി വീക്ക് ആരുടെങ്കിലൊക്കെ വീട്ടിൽ വിസിറ്റ് പോകും. അപ്പൊ അവർ കുറെ ഇങ്ങനെ ജ്യൂസും അതൊക്കെ കഴിക്കാൻ നിർത്തി വെക്കും. ചിലപ്പോൾ നമുക്കത് വേണ്ടായിരിക്കും. പക്ഷെ അത് എടുത്തില്ലെങ്കിൽ മോശമാണ് എന്ന് യു ഹാവ് ടു ടേസ്റ്റ്. അതൊരു ഓപ്ഷൻ ഇല്ല. അപ്പൊ നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വേസ്റ്റ് ചെയ്യാനും പാടില്ല. ബിക്കോസ് വേസ്റ്റ് ചെയ്താലും പ്രശ്നമാണ്. സോ ദർ ഇസ് നോ ഓപ്ഷൻ ടു സേ നോ. അപ്പൊ നമ്മൾ കഷ്ടപ്പെട്ട് അത് തിന്ന് കഴിയുമ്പോൾ അവിടെ ഇരിക്കുന്ന ആൾക്കാർ വിചാരിക്കും നമുക്ക് ഭയങ്കര ഇഷ്ടമായി. ചിലപ്പോൾ നമ്മൾ വേഗം എടുത്ത് തിന്ന് അത് തീർന്നല്ലോ, അപ്പൊ they will add one more, എടുക്കൂ എന്ന് പറഞ്ഞ് അടുത്തതും കൂടി ഇട്ട് വരും. Now this is coercive control or കംപ്ലയൻസിനെ കൺസെന്റ് ആയിട്ട് കൺഫ്യൂസ് ചെയ്യപ്പെടും. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഇന്റിമേറ്റ് റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ മാരേജസിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാ മനസ്സിലാക്കേണ്ടതെന്നുള്ള ഐ എം ഡൂയിങ് എ വീഡിയോ വേർ യു ഫീൽ ട്രാപ്ഡ് and you can clear your way out of it. So watch